ആഗോള അയ്യപ്പ സംഗമത്തിലെ ഹൈക്കോടതി വിധി സർക്കാരിനും ദേവസ്വം ബോർഡിനും ഏറ്റ കനത്ത തിരിച്ചടിയെന്ന് പി കെ കൃഷ്ണദാസ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. കോടതിയെ ഇക്കാര്യങ്ങൾ അറിയിക്കുന്നതിൽ, കൃത്യമായ വിവരങ്ങൾ അറിയിക്കുന്നതിൽ ദേവസ്വം ബോർഡും പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത്. അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പിണറായി സർക്കാർ. ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗങ്ങൾപ്പെട്ടവരെ സംഘടിപ്പിച്ചാണ് ന്യൂനപക്ഷ സംഗമം നടത്തുന്നത്. വിഷൻ 2031 എന്ന പേരിൽ കൊച്ചിയിലാണ് ഈ പരിപാടി. 1500ഓളം പേരെ സംഘടിപ്പിക്കാനാണ് നീക്കം. ക്രിസ്ത്യൻ വിഭാഗത്തെ സംഘടിപ്പിക്കാനുള്ള ചുമതല KJ മാക്സി MLAക്ക് കൈമാറിയിട്ടുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും നിഷ ദിലീപ് ചേരുന്നു. നിഷ, അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ പോകുന്നത് തന്നെ വലിയ വിവാദമായി കഴിഞ്ഞു. അത് ഈ മാസം നടത്തി കഴിഞ്ഞാൽ അടുത്ത മാസം കൊച്ചിയിൽ ന്യൂനപക്ഷ സംഗമത്തിന് സർക്കാർ ഒരുങ്ങുകയാണ്. എന്തായാലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് പരമാവധി വോട്ടുകൾ സമാഹരിക്കാൻ ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷത്തെയും ഒക്കെ പ്രീണിപ്പിച്ച് പരമാവധി വോട്ടുകൾ നേടാനുള്ള സർക്കാരിൻ്റെ ശ്രമം, അതിൻ്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ന്യൂനപക്ഷ സംഗമം കൊച്ചിയിൽ സംഘടിപ്പിക്കുന്നു. അടുത്ത മാസം നടക്കുന്ന സമ്മേളനത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗങ്ങൾപ്പെട്ട 1500ഓളം പേരെ പങ്കെടുപ്പിച്ചുള്ള സർക്കാർ പരിപാടി. കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ടോ നിഷ ദിലീപ്? വിനോദ്, സർക്കാർ നടത്തുന്ന അയ്യപ്പ സംഗമം വലിയ വിവാദമായതിനു പിന്നാലെയാണ് ഇപ്പോൾ ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്. എന്തായാലും വിനോദ് പറഞ്ഞതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൂടി ചേർത്ത് നിർത്തി വോട്ട് ലക്ഷ്യമിട്ട് തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുമ്പോൾ അത് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ക്രിസ്ത്യൻ, മുസ്ലിം, മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളെയൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്തരത്തിൽ ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഒക്ടോബർ പകുതിയോടെ, കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ 20 മുൻപായി ഈ ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനു മുന്നോടിയായി ഇന്ന് എറണാകുളം കളക്ട്രേറ്റിൽ, കൊച്ചിയിലായിരിക്കും ഈ ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കുക. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി ഭാഗങ്ങളിൽ ആയിരിക്കും ഇത്തരത്തിൽ ഇതിന് മുന്നോടിയായുള്ള സെമിനാറുകളൊക്കെ നടക്കുക. 33 പ്രബന്ധങ്ങൾ, സെമിനാറുകളടക്കം സംഘടിപ്പിച്ച് അതിനുശേഷമായിരിക്കും ഇത്തരത്തിലൊരു ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഇതിനു മുന്നോടിയായി ഉള്ള ചില യോഗങ്ങൾ ഇന്ന് നടത്താനിരുന്നതാണ്. ഇന്ന് ഇപ്പോൾ എറണാകുളം കളക്ടറുടെ സാന്നിധ്യത്തിലുണ്ട് ഒരു യോഗം തീരുമാനിച്ചിരുന്നതാണ്. പിന്നീട് ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം ആ യോഗം മാറ്റിവെച്ചു. തൊട്ടടുത്ത ദിവസം തന്നെ ആ ഒരു യോഗം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്തായാലും വിഷൻ 2031 എന്ന പേരിലാണ് ഇത്തരത്തിലൊരു ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കുന്നത്. 2031 എങ്ങനെയായിരിക്കും ന്യൂനപക്ഷങ്ങളുടെ ഒരു വളർച്ച, ന്യൂനപക്ഷങ്ങൾ എങ്ങനെയായിരിക്കണം കേരളത്തിൽ പ്രവർത്തിക്കേണ്ടത്, ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി ഭാഗങ്ങളിൽ ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗങ്ങളെ പ്രധാനമായും ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ നടത്തുമ്പോൾ മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒന്നിച്ചിവരെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് വോട്ട് ലക്ഷ്യമിട്ട് തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലൊരു ന്യൂനപക്ഷ സംഗമം നടത്താനൊരുങ്ങുന്നത്. എന്തായാലും ദേവസ്വം ബോർഡിൻ്റെ പേരിൽ ഈ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗം തന്നെയാണ് ഇത്തരത്തിൽ ഒരു ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കുന്നത്. വിഷൻ 2031 എന്ന പേരിൽ കേരളം രൂപീകരിച്ചിട്ട് 2031 തികയുമ്പോൾ ഏത് രീതിയിലായിരിക്കണം ഇത്തരം ന്യൂനപക്ഷ വിഭാഗങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നാണ് കൃത്യമായി അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അത്തരത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഈ അയ്യപ്പ സംഗമത്തെ ബാലൻസ് ചെയ്ത് നിർത്താൻ തന്നെയാണ് ഇത്തരത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒട്ടും അവഗണിക്കാതെ കൂടെ ചേർത്ത് നിർത്തുന്നു എന്നുള്ള ഒരു രീതിയിൽ തന്നെ സർക്കാർ മുന്നോട്ട് പോകുന്നത്. കൊച്ചിയിൽ ഏതെങ്കിലും വേദിയിലായിരിക്കും ഇത്തരത്തിൽ സംഗമം സംഘടിപ്പിക്കുക. ഒക്ടോബർ 16 എന്നൊരു തീയതി പറയുന്നുണ്ട്. പക്ഷേ കൃത്യമായ ആ ഒരു തീയതിയിൽ കൺഫേം ആയിട്ടില്ല. ഒക്ടോബർ 20 മുൻപ് ഇത്തരത്തിൽ ന്യൂനപക്ഷ സംഗമം നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ദിലീപ്, ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്രിസ്ത്യൻ MLA, ക്രൈസ്തവ മതവിഭാഗങ്ങൾപ്പെട്ടവരെ സംഘടിപ്പിക്കാൻ KJ മാക്സി MLA ഒരു ക്രൈസ്തവ വിഭാഗത്തിലുള്ള ഒരു MLAക്ക് ചുമതല നൽകിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇസ്ലാം മതത്തിൽപ്പെട്ടവരെ സംഘടിപ്പിക്കാൻ ഒരു ഇസ്ലാം മത വിശ്വാസിയായ ഒരു MLA കൂടി ചുമതലപ്പെടുത്താനുള്ള സാധ്യതയുണ്ടല്ലോ. ഒരു മതേതര സർക്കാരാണ് ഇത്തരത്തിൽ ഭൂരിപക്ഷത്തിൻ്റെയും ന്യൂനപക്ഷത്തിൻ്റെയും ഒക്കെ സംഗമം നടത്തി മുന്നോട്ട് പോയി വോട്ട് തട്ടാനുള്ള തട്ടിപ്പ് വേലയുമായി രംഗത്ത് വരുന്നത്. അങ്ങനെ തന്നെയല്ലേ നിഷ ദിലീപ്?
വിനോദ്, ഫോർട്ട് കൊച്ചി MLA KJ മാക്സിക്കാണ് ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ, ന്യൂനപക്ഷ സംഗമത്തിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ സംഘടിപ്പിക്കാനുള്ള ചുമതല സർക്കാർ നൽകിയിരിക്കുന്നത്. മാക്സി അക്കാര്യം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 1500ഓളം ക്ഷണിക്കപ്പെട്ട ആളുകളായിരിക്കും ഈ സംഗമത്തിൽ പങ്കെടുക്കുക. ഈ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഭാഗങ്ങളിൽ മറ്റ് സിഖ് പാഴ്സി വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. ഈ ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗങ്ങളെ സംഘടിപ്പിക്കുന്നത് പോലെ തന്നെ അവരെ അടക്കം സംഘടിപ്പിച്ചായിരിക്കും ഈ ഒരു ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കുന്നത്. വിനോദ് ചോദിച്ച പോലെ ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സംഘടിപ്പിക്കാനായി KJ മാക്സി MLAക്ക് ചുമതല നൽകുമ്പോൾ തീർച്ചയായും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സംഘടിപ്പിക്കാനുള്ള ഒരു ചുമതല മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ഒരു MLAക്ക് തന്നെ നൽകും. പക്ഷേ അതാരാണെന്ന് കൃത്യമായി പുറത്തേക്ക് വിവരങ്ങൾ വന്നിട്ടില്ല. എന്തായാലും മുസ്ലിം സമുദായ സംഘടനകളെ അടക്കം ഏകോപിപ്പിക്കാനുള്ള ഒരു ചുമതല മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു MLAക്ക് തന്നെയായിരിക്കും നൽകുക. കാരണം അങ്ങനെയാണെങ്കിൽ കൃത്യമായി ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ സംഘടിപ്പിക്കുന്നത് പോലെ തന്നെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും മുസ്ലിമിൻ്റെ പല വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും ഇത്തരത്തിൽ ഈ സംഗമം നടത്തുമ്പോൾ ഒക്ടോബർ പകുതിയോടുകൂടി ഇത്തരത്തിൽ ന്യൂനപക്ഷ സംഗമം നടത്തുമ്പോൾ വലിയ ഒരു സംഗമമായി അതിനെ ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെയൊക്കെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ഈ KJ മാക്സി MLAക്ക് ചുമതല നൽകിയിരിക്കുന്നത്. ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഭാഗങ്ങളിലായിരിക്കും ഇതിന് മുന്നോടിയായുള്ള സെമിനാറുകളൊക്കെ നടക്കുക. 33 സെമിനാറുകൾ ഈ ന്യൂനപക്ഷ സംഗമത്തിൻ്റെ ഭാഗമായി അതിന് മുന്നോടിയായി സംഘടിപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ആഗോള അയ്യപ്പ സംഗമത്തിന് ബാലൻസ് ചെയ്ത് നിർത്താൻ മറ്റു വിഭാഗങ്ങളെയൊക്കെ കൂടെ നിർത്തി വോട്ട് ലക്ഷ്യമിട്ട് തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. വ്യക്തമാണ്. അയ്യപ്പ സംഗമത്തിന് പിന്നാലെയാണ് ന്യൂനപക്ഷ സംഘവുമായി സർക്കാർ രംഗത്തിറങ്ങുന്നത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ മതവിഭാഗങ്ങളെ സംഘടിപ്പിച്ച് വോട്ട് തട്ടാനുള്ള ശ്രമം പിണറായി സർക്കാർ തുടരുന്നത്. അടുത്ത മാസമാണ് കൊച്ചിയിൽ ന്യൂനപക്ഷ സംഗമം നടത്താനുള്ള മുന്നൊരുക്കങ്ങൾ സർക്കാർ ആരംഭിച്ചിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും നിഷാദ് ദിലീപ്.